Audio Jungle. Audio Jungle. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. പുതുതായി ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വീടും പരിസരവും ഞാൻ ലൈവിൽ രാത്രിക്ക് അധികം ലൈവിൽ വരലുണ്ട്. പകൽ എനിക്ക് വരാൻ ടൈമില്ല, അതുകൊണ്ട് രാത്രിക്കാണ് ഞാൻ ലൈവിൽ കൂടുതൽ വരലേ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീടും പരിസരം ഇന്ന് ഞാൻ ദേവൂട്ടന് പനിയായതുകൊണ്ട് ഞാൻ പോയിട്ടല്ലോ, അപ്പോൾ പോകുന്നില്ലാന്ന് ഞാൻ ലൈവിൽ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ കുറേ ആൾക്ക് എൻ്റെ വീടിൻ്റെ ചുറ്റുപാടുള്ള ഒന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ലൈവ് വന്നിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ലൈവ് ഇടാൻ പറ്റിയിട്ട, അതുകൊണ്ട് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വീടും പരിസരമെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പകൽ കാണാൻ ഞാൻ ലൈവിൽ പറഞ്ഞിട്ടേ, പകൽ കാണാൻ അത്ര മനോഹരമായ സ്ഥലം, ഇതുപോലൊരു സ്ഥലം അവിടെ ഉണ്ടാവുമോയെന്ന് എനിക്ക് സംശയമാണ്. അത്രക്കും ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഇനി നേരെ ഓപ്പോസിറ്റ് ഒരുപാട് ഹൗസ് ബോട്ടിങ് ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. പിന്നെ ടെറഫ് ഉണ്ട്, മീൻ പിടിക്കുന്ന തോണി, പുഴയിക്കുന്ന തോണി, അല്ലെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാട്ടോ. രാത്രിയാകുമ്പോൾ കുറച്ച് പേടിയാട്ടോ ഇടാം. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ചേച്ചി എന്താ ലൈവ് ഇട്ടാൽ പുറത്ത് ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുന്ന എന്തേന്നാലും ജയിക്കുകയില്ലേ. അപ്പോൾ ഇത് തന്നെയാണ്, ചുറ്റുവട്ടത്ത് വീടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ രാത്രിയാകുമ്പോൾ ഭയങ്കര പേടിയാണ് ഇടിരിക്കാൻ. പകൽ നമുക്ക് എത്ര ടെൻഷൻ എന്തുണ്ടെങ്കിലും ഇതാ ഈ ഇവിടെ പുഴയുടെ സൈഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ നോക്കിയിട്ട് വീടിങ്ങനെ മൊത്തത്തിൽ റൗണ്ട് അടിച്ചിട്ട് കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ. എന്നുവെച്ചാൽ പിന്നെ ഫ്രണ്ട് ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ എടുത്തിട്ട് വന്ന് ഞാൻ നിങ്ങളെ നേരെ പുഴയോരത്തെ കാഴ്ച കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. നിങ്ങൾക്കൊന്ന് വീട് കാണിക്കണം എന്നേലല്ലോ, പിന്നെ അകത്തൊന്നും കാണിക്കാൻ മാത്രം ഒന്നുമില്ല. എന്നുവെച്ചാൽ അകത്തൊരു ചെറിയൊരു അടുക്കളയും പിന്നെ ഒരു കുഞ്ഞു റൂമ്, ഒരു ഹാള് റൂമെല്ലാം ഒന്നിച്ച് അതിൽ തന്നെയാണ് നമ്മൾ ഒരു ഭാഗത്ത് വിളക്ക് വെക്കുന്നത്, ഒരു ഭാഗത്ത് അപ്പുറം ഭാഗത്ത് ഇങ്ങനെ ഒരു മറവണക്ക ഇല്ലയിൽ കിടക്കുന്നത്. അതൊരു റൂമായിട്ടല്ല, ഒരു ഹാള് പോലെ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അപ്പോൾ അത് അകത്തൊന്നും കാണിക്കാനൊന്നുമില്ല. അതിൽ തന്നെ എൻ്റെ സാധനവും മൊത്തവും അമ്മരുതെല്ലാം മൊത്തവും കാട്ടായിട്ടാണുള്ളത്. എൻ്റെ വീടും പരിസരവും ഇതാണ് കേട്ടോ. നല്ല മഴ വന്നിട്ട് പോയിട്ട് അതാ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് ഞാൻ അത്ര ക്ലിയർ ആവാതിരുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഈ പുഴക്കരക്ക് നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഈ പുഴക്കരക്ക് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖാട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ. ഇപ്പം ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് പുഴക്കരക്കും ഇടയിലിരിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന സന്തോഷം എത്രയാണെന്ന് മനസ്സിലായത് കേട്ടാ. മുമ്പൊന്നും ഞാൻ ഇടത്തേക്ക് അങ്ങനെ വന്നിട്ട് ഇവിടെ ഇരിക്കലോ ഇത് ആസ്വദിക്കലോ ഒന്നുമില്ല കേട്ടാ. ഇത് നമുക്ക് മനസ്സിലായത് ആസ്വദിക്കാൻ തുടങ്ങിയത് നമ്മൾ. പിന്നെ എനിക്ക് ഈ അമ്പലത്തിൽ ഇങ്ങനെ അമ്പലത്തിലെല്ലാം പോയാൽ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ല, അമ്പലത്തിൽ പോയിട്ടാകുമ്പോൾ ആടെ രാവിലെ 6 മണിക്കാണ് നമ്മൾ പോയത്. അപ്പോൾ ആടെ ആരുമില്ല, എല്ലാവരും വരണത്രേ. ശാന്തമായ അന്തരീക്ഷം. ആ കണ്ണൻ്റെ നടയിൽ ഇങ്ങനെ കണ്ണൻ നട തുറന്നിട്ടുണ്ട്. കണ്ണനെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റി. കുറേ പ്രാവശ്യം പോയി, നമുക്ക് അങ്ങനെ അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നും, അത്ര നല്ല രസമായിരുന്നു അവിടെ. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്ന് ചെറിയ വീഡിയോ ആയിട്ട് വന്നതാട്ടാ.
ഞാൻ നേരെ അക്കരക്ക് ഇറങ്ങി കാണിച്ചു തരാം കേട്ടോ. എൻ്റെ തൊട്ട് മുമ്പിൽ ഹൗസ് ബോട്ട് ഒരുപാടുണ്ട്, നിർത്തിയിട്ടിട്ടുണ്ട്. ഇതാ ഇവിടെ അമ്മ നല്ല ഇറങ്ങാനിൽ ഇതാ സ്റ്റെപ്പെല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തോണി തന്നെയാണ് കേട്ടോ, നമ്മളെ മാമൻ മീൻ പിടിക്കാൻ പോകുന്ന തോണി കേട്ടോ. മാമൻ്റെ വീട് ഇവിടെയല്ല, അവരങ്ങ് മീത്തയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷോർട്സ് വീഡിയോയിലെല്ലാം ഞാൻ മീൻ കാണിക്കല്ലേ. ഇതാ ഈ തോണി എടുത്തിട്ട് ഇതാ ഈ പുഴയിൽ നിന്ന് പിടിക്കുന്ന മീനാണ് കേട്ടോ. ഇത് പൂഴി എടുക്കുന്നവർ കെട്ടിയിട്ട തോണിയാണ് കേട്ടോ. പൂഴി, പൊയ്യ, മണ്ണ് എന്നെല്ലാം പറയില്ലേ. നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നേരെ അക്കരക്കര എന്നിട്ട് ആ കാണുന്ന ഹൗസ് ബോട്ട്, ടർഫ് അങ്ങനെയെല്ലാമായിട്ട് അക്കരയും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഹൗസ് ബോട്ട് യാത്ര ചെയ്യാനെന്ന് ആഗ്രഹമില്ലവരെല്ലാം ഇങ്ങോട്ട് വരിക കേട്ടോ. അപ്പോൾ എൻ്റെ വീടെല്ലാവരും കണ്ടില്ലേ. അപ്പോൾ എൻ്റെ വീടല്ല കേട്ടോ ഇത് അമ്മ സ്വസ്ഥമായിട്ട് നിൽക്കുന്നിടത്ത് ഞാൻ വന്നിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മക്ക് 3 മക്കളാണ്, ചെറിയ ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ വന്നിട്ട് എനിക്കിപ്പോൾ വീടൊന്നും ആയിട്ടൊന്നുമില്ല. എനിക്കിപ്പോൾ വീടാണെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞാൻ ഇനി ലോങ് വീഡിയോ ആയിട്ട് എനിക്ക് അങ്ങനെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ലോങ് വീഡിയോ വരുന്നുണ്ടെങ്കിൽ എനിക്ക് കുക്കിംഗ് വീഡിയോ എല്ലാം ചെയ്യേണ്ടത്. കുക്കിംഗ് വീഡിയോ ആകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. അങ്ങനെ ടൈം ഇപ്പോൾ എനിക്ക് കിട്ടുന്നില്ല, ഈ ഷോപ്പിൽ പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഷോർട്സ് വീഡിയോ ആകുമ്പോൾ നമുക്ക് 1 മിനിറ്റിൽ ഒതുങ്ങുന്ന എന്തെങ്കിലും വീഡിയോസ് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ഷോർട്സ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ ലൈവിൽ വരുന്ന ആൾക്കാരെല്ലാം ചേച്ചി വീടും പരിസരമെല്ലാം കാണിച്ചു തരുമോ എന്ന് ചോദിച്ചവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പെട്ടെന്ന് എടുത്തുന്നേലും ചെറിയൊരു വീഡിയോ എടുത്തുന്നേലും കേട്ടോ. ഇതിപ്പോൾ കാണിക്കാൻ എനിക്ക് ഞാൻ പറഞ്ഞു ഇന്ന് ദേവൂട്ടന് സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോൾ അങ്ങനെയെല്ലാം കുറച്ച് ബുദ്ധിമുട്ടെല്ലാം അതെല്ലാം കൊണ്ടാണ് കേട്ടോ ലൈവ് ഇടാതിരുന്നത്. ഞാൻ രാത്രിക്ക് ലൈവ് ഇട്ടിട്ട് ഞാൻ വരലുണ്ട് അധികം. അപ്പോൾ അങ്ങനെ ലൈവിൽ പറഞ്ഞവർക്കൊക്കെ വേണ്ടി ഞാൻ ഇങ്ങനെ എടുത്തിട്ട് വീഡിയോ ഒന്ന് ചെറിയൊരു വീഡിയോ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.